ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓക്സ്ഫോർഡ് അക്കാദമിയുടെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ് ഹിന്ദിയിലെ പുൽബനീതി മാം എന്ന കവിതയിലെ പരീക്ഷാ കേന്ദ്രീകൃത ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഈ കവിതയുടെ വിശദമായ അർത്ഥവും ആശയവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ആ വീഡിയോ കാണാത്തവർക്കായി ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നു. വീഡിയോ കണ്ട ശേഷം ഈ ഉത്തരങ്ങളിലേക്ക് കടക്കുക. മക്കളുടെ ജീവിതത്തിൽ ഒരു അമ്മയുടെ സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ് പുൽബനീതി മാം. ജീവിച്ചിരിക്കുന്ന കാലമത്രയും മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച അമ്മ. എന്നാൽ ആ അമ്മയുടെ സാന്നിധ്യവും ആ അമ്മയുടെ സ്നേഹത്തിൻ്റെ മൂല്യവും തിരിച്ചറിയാൻ മക്കൾക്ക് സാധിക്കുന്നില്ല. ഒടുവിൽ വാർദ്ധക്യം ബാധിച്ചതോടെ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തം മക്കളുടെ ചുമലുകളിൽ എത്തിച്ചേർന്നു. അതേസമയം മക്കൾക്ക് അമ്മ ഒരു ഭാരമായി മാറി തുടങ്ങി. അമ്മയെ നോക്കുക എന്ന ഉത്തരവാദിത്തം മക്കൾ മാറി മാറി ഏറ്റെടുത്തുകൊണ്ടിരുന്നു. എന്നാൽ അമ്മയെന്നും അമ്മ തന്നെയാണല്ലോ. താൻ മക്കൾക്ക് ഒരു ഭാരമാണെന്നും മക്കൾ തന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയ ആ അമ്മ സ്വയം മരണത്തിന് കീഴടങ്ങി. എന്നാൽ അമ്മ പോയതോടെയാണ് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ പ്രാധാന്യവും വിലയും മക്കൾ മനസ്സിലാകുന്നത്. അതോടെ മക്കൾ തീർത്തും നിസ്സഹായരായി മാറുകയായിരുന്നു. ഇതാണ് നമ്മുടെ കവിതയുടെ സാരാംശം. ഇനി നമുക്ക് ഈ കവിതയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പുൽബനീതി മാം സേ ക്യാ താൽപര്യ ഹൈ? അമ്മ ഒരു പാലമായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, ഈ കവിത ആരംഭിക്കുന്നത് തന്നെ ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ അമ്മ ഒരു പാലമായിരുന്നു എന്ന വരികളിലൂടെയാണ്. ഇരു കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണല്ലോ പാലങ്ങൾ. അതുപോലെ തന്നെ തൻ്റെ മക്കൾക്കിടയിൽ സ്നേഹത്തിൻ്റെ ഒരു പാലമായി അമ്മ മാറിയിരുന്നു. ആ പാലത്തിൻ്റെ ഉറപ്പിന്മേലായിരുന്നു മക്കളുടെ ജീവിതമാകുന്ന തീവണ്ടി യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ സത്യം മക്കൾ മനസ്സിലാക്കിയത് അമ്മയുടെ വിയോഗത്തിന് ശേഷമാണെന്ന് മാത്രം. നമുക്ക് ഇതിൻ്റെ ഉത്തരമൊന്ന് പരിശോധിക്കാം. പുൽ ദോ തടോം കെ ജോഡ്താ ഹേ. പാലങ്ങൾ രണ്ട് കരകളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നു. इसी तरह ഇതുപോലെ മാം പരിവാർ के सभी सदस्यों के बीच प्यार के एक पुल का काम करती है. അമ്മ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമിടയിൽ സ്നേഹത്തിൻ്റെ ഒരു പാലമായി വർത്തിക്കുന്നു. ഇവിടെ ജോഡ്ന എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടിച്ചേർക്കുക, ഒന്നിപ്പിക്കുക എന്നൊക്കെയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ബൂട്ട രഹി ഹേ മാം. അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു. ഇസ്കാ ആശയ ക്യാ ഹെ? ഇതിൻ്റെ ആശയം എന്താണ്? ഉത്തരം, ഇസ് വാക്യാംശയ്ക്ക് ആശയ യഹ് ഹെ കി. ഈ വാക്യാംശത്തിൻ്റെ അർത്ഥം ഇതാണ്: മാം ഉംർ ബഡ്നേക്ക് സങ്കേത് ദേ രഹി ഹേ. അമ്മ പ്രായമാകുന്നതിൻ്റെ സൂചനകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഓർ വഹ് മാനസിക ഓർ ശാരീരിക് രൂപ് സെ കംസോർ ഹോനെ ലഗി. അവർ മാനസികമായും ശാരീരികമായും ദുർബലയായിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ കംസോർ ഹോന എന്നതിൻ്റെ അർത്ഥം ദുർബലമാകുക എന്നതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. മാ ആക്കിർ മാഹി തോഹെ. അമ്മയെന്നും അമ്മയാണ്. ഇസ്സെ അപ്ന ക്യാ സംജ. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? സമജ്ന എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നതാണ്. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഇൻ പങ്ക്തിയോമേം, ഈ വരികളിൽ മാതൃത്വക്കെ മഹത്വക്കോ, മാതൃത്വത്തിൻ്റെ മഹത്വത്തെ സംജായ ഗയാ ഹെ, മനസ്സിലാക്കി കൊടുക്കുന്നു. ബച്ചോം കി കഠിനായിയോം കോ, കുട്ടികളുടെ കഷ്ടതകൾ മാം അച്ചി തര സമജ്നെ സക്തി ഹെ, അമ്മയ്ക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നു. ബച്ചെ ചാഹെ കിത്തനെ ബി ബഡേ ഹോ ജായേ, മക്കൾ എത്ര തന്നെ വളർന്നോട്ടെ, വേ ഹമേഷ, അവർ എന്നും മാ കേലിയെ ബച്ചേ ഹോത്തെ ഹേ, അമ്മയ്ക്ക് കുട്ടികൾ തന്നെയാണ്. ഇതാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം നോക്കൂ. സമാൻ ആശയ വാലി പങ്ക്തി കവിതാസെ ചുൻകർ ലിഖേ. സമാനമായ ആശയത്തോടു കൂടിയ വരികൾ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചുനന എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക, സെലക്ട് ചെയ്യുക എന്നാണ് അർത്ഥം. ഒന്നാമത്തെ ആശയം ശ്രദ്ധിക്കൂ. ബേട്ടോ കാ ജീവൻ ബേരോ കട്ടോക് ചൽത്തി ഗാഡി കെ സമാൻ രഹ. മക്കളുടെ ജീവിതം യാതൊരു തടസ്സവുമില്ലാതെ പോകുന്ന വാഹനം പോലെയായിരുന്നു. ബേരോ കട്ടോക് എന്ന പദത്തിൻ്റെ അർത്ഥം അതിരുകളില്ലാതെ, നിയന്ത്രണമില്ലാതെ, തടസ്സമില്ലാതെ എന്നൊക്കെയാണ്. ഇവിടെ ഗാഡി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് റെയിൽ ഗാഡി അഥവാ തീവണ്ടിയെക്കുറിച്ചാണ്. ഇതേ അർത്ഥത്തോടു കൂടിയ വരികൾ കവിതയിൽ നിന്നെടുക്കാനാണല്ലോ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ വരികൾ ഏതാണെന്ന് നമുക്ക് വ്യക്തമാകുന്നു. ഉത്തരം, ദൗത്തി രഹത്തി തി ബേദഡക്. ബേദഡക് എന്ന് പറഞ്ഞാൽ തടസ്സം കൂടാതെ, അതായത് തടസ്സം കൂടാതെ ഓടിക്കൊണ്ടിരുന്നു. ബിന കിസി ഹരി ലാൽ ബത്തി കെ.
ഹരി എന്ന് പറഞ്ഞാൽ പച്ച, ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ്. ഇവിടെ ഹരി ലാൽ ബത്തി എന്ന് ഉദ്ദേശിച്ചത് ട്രാഫിക് സിഗ്നലിനെയാണ്. അതായത് യാതൊരു ബുദ്ധിമുട്ടോ യാതൊരു തടസ്സമോ കൂടാതെ ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്. ഇവിടെ ചുക് ചുക് ചക് ചക് എന്നുള്ളത് തീവണ്ടിയുടെ ശബ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ തീവണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ തീവണ്ടി എന്നുദ്ദേശിച്ചത് കുട്ടികളുടെ ജീവിതത്തെ തന്നെയാണ്. അതായത് കുട്ടികളുടെ ജീവിതമാകുന്ന വണ്ടി അമ്മയാകുന്ന പാലത്തിലൂടെ യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആശയം നോക്കൂ. മാം കി ദേഖ്ഭാൽ കി ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി. അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തം കുട്ടികളുടെ മേൽ വന്നു. ഇവിടെ ദേഖ്ഭാൽ കർണ എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക, നോക്കുക, നോക്കി വളർത്തുക എന്നൊക്കെയാണ്. ജിമ്മേദാരി എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരവാദിത്തം എന്നാണ്. ഇതിൻ്റെ ഉത്തരം ഹാത്തോം ഹാത്ത് രഹത്തി മാം. ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കെയർ ചെയ്തുകൊണ്ടിരുന്ന അമ്മ ഏക് ദിൻ ഹമാരെ കന്തോമേ ആ ഗയി. ഒരു ദിവസം ഞങ്ങളുടെ ചുമലിലേക്ക് വന്നു. കന്തോ എന്ന് പറഞ്ഞാൽ ചുമലുകൾ. ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരിക എന്നതാണ് ചുമലിലാകുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. ഇനി അടുത്ത ആശയം ശ്രദ്ധിക്കൂ. ബേട്ടെ അപ്നെ ദായിത്വ് ബദൽത്തെ രഹെ. കുട്ടികൾ തങ്ങളുടെ ഉത്തരവാദിത്തം മാറ്റിക്കൊണ്ടിരുന്നു. ഇവിടെ ദായിത്വ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരവാദിത്തം, ജിമ്മേദാരി എന്ന് തന്നെയാണ്. ബദൽന എന്ന് പറഞ്ഞാൽ മാറ്റുക എന്നും. ഇനി ഇതേ ആശയം വരുന്ന വരികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടെത്താം. ഉത്തരം ജബ് തക് ജീവിത് രഹി മാം. അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഹം ബദൽത്തെ രഹെ അപ്നെ കന്തേ. ഞങ്ങൾ ഞങ്ങളുടെ ചുമലുകൾ മാറിക്കൊണ്ടിരുന്നു. ചുമലുകൾ മാറുക അല്ലെങ്കിൽ ചുമലുകൾ മാറ്റുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം മാറ്റിക്കൊണ്ടിരുന്നു എന്നർത്ഥം. അടുത്ത ചോദ്യം. മാ കെ ചലെ ജാനെ സെ ബേട്ടെ ബെസഹാരെ ബനെ. സഹാര എന്ന വാക്കിൻ്റെ അർത്ഥം സഹായിക്കുക, സഹായം എന്നെല്ലാമാണ്. എന്നാൽ ബെസഹാരെ എന്ന് പറഞ്ഞാൽ നിസ്സഹായത എന്നാണ് അർത്ഥം. അതായത് സഹായിക്കാൻ ഇല്ലാത്ത അവസ്ഥ. അമ്മ പോയതോടെ കുട്ടികൾ നിസ്സഹായരായി എന്ന് അർത്ഥം വരുന്ന വരികൾ കവിതയിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് ഇവിടെ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉത്തരങ്ങൾ നോക്കൂ. ഓർ മാം കെ കന്തോം സെ ഉത്തർത്തേ ഹി. അമ്മ ചുമലിൽ നിന്നും ഇറങ്ങിയതോടെ ഉത്തർ ഗയെ ഹമാരെ കന്തേ. ഞങ്ങളുടെ ചുമലുകൾ ദുർബലമായി. ഇവിടെ കന്തോം സെ ഉത്തർന എന്ന പ്രയോഗത്തിലൂടെ കവി അർത്ഥമാക്കുന്നത് മർണ, മരിക്കുക എന്നതാണ്. അതുപോലെ ഉത്തർ ഗയെ കന്തേ അതല്ലെങ്കിൽ കന്തേ ഉത്തർ ഗയെ എന്ന വാക്കിലൂടെ കവി അർത്ഥമാക്കുന്നത് ബെസഹാരെ ബനെ, അതായത് നിസ്സഹായരായി മാറുക എന്നതാണ്. ഇത്രയുമാണ് ഈ കവിതയിൽ നിന്നും ചെറിയ മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഈ കവിതയിലെ 4 മാർക്കിന് വരാവുന്ന ടിപ്പണി ഒന്ന് പരിശോധിക്കാം. ടിപ്പണി എന്നാൽ കവിതയുടെ ആശയം അടിസ്ഥാനമാക്കിയുള്ള ഒരു കുറിപ്പ്. ഒരു കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി കവിതയ്ക്ക് ഒരു ഉചിതമായ ടൈറ്റിൽ അഥവാ ശീർഷകം നൽകിയിരിക്കണം. നിങ്ങൾക്ക് സ്വന്തമായി ടൈറ്റിൽ ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ കവിതയുടെ പേരെങ്കിലും ഹെഡിങ്ങായി എഴുതിയാൽ മതി. അതുപോലെ ടിപ്പണി എഴുതി തുടങ്ങുന്ന സമയത്ത് കവിയെയും അതുപോലെ കവിതയുടെ പേരും നിർബന്ധമായും പരിചയപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് 2-3 പാരഗ്രാഫുകളിലായി നിങ്ങൾക്ക് ടിപ്പണി പൂർത്തിയാക്കാവുന്നതാണ്. കവിതയുടെ ആശയം, അതുപോലെ തന്നിരിക്കുന്ന വരികളുടെ അർത്ഥങ്ങൾ, കവിതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കവിതയിൽ കവി ഉപയോഗിച്ച പ്രത്യേകതരം ശൈലികളും പ്രയോഗങ്ങളും, അതുപോലെ കവിത നമുക്ക് നൽകുന്ന സന്ദേശം എന്നിവയെല്ലാം ഈ ടിപ്പണിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കവിതയുടെ ടിപ്പണി ഒന്ന് പരിശോധിക്കാം. മാം കെ പ്യാർ, അമ്മയുടെ സ്നേഹം. ये हिंदी साहित्य के प्रसिद्ध लेखक श्री नरेंद्र पुंडरीक की सुंदर कविता पुल बनी थी माम की पंक्तियों है. ഇത് ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായ എഴുത്തുകാരനായ ശ്രീ നരേന്ദ്ര പുണ്ടരീക്കിൻ്റെ പുൽ ബനി തി മാം എന്ന മനോഹരമായ കവിതയിലെ വരികളാണ്. ഇസ് കവിതാമേ, ഈ കവിതയിൽ ലേഖക് മാം ഓർ ബച്ചോം കെ ബീച്ച് വാസ്തവിക സംബന്ധോം കെ മൂല്യോം കെ വ്യക്ത കർത്താ ഹെ. കുട്ടികൾക്കും അമ്മയ്ക്കും ഇടയിലുള്ള യഥാർത്ഥ ബന്ധത്തിൻ്റെ മൂല്യം വ്യക്തമാക്കുന്നു. യഹ് കവിത, ഈ കവിത യുവ പീഡി കെ ലിയെ ഏക് സന്ദേശ് ഹെ, യുവതലമുറക്കായുള്ള ഒരു സന്ദേശമാണ്. ജോ ബൂട്ടെ ലോഗോം കി, അവർ വൃദ്ധരായ ജനങ്ങളെ സുരക്ഷാ കി ജിമ്മേദാരിയോം സെ, സംരക്ഷിക്കേണ്ട ചുമതലകളിൽ നിന്നും ദൂർ ഹോ ജാതി ഹെ, അകന്നുകൊണ്ടിരിക്കുന്നു. അതായത് വൃദ്ധജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കുന്ന യുവതലമുറക്കുള്ള ഒരു സന്ദേശമാണ് ഈ കവിത. യേ കവിത ഏക് കഥൻ സെ ശുരു ഹോത്തി ഹെ, ഒരു പ്രസ്താവനയോട് കൂടിയാണ് ഈ കവിത ആരംഭിക്കുന്നത്. കി എന്തെന്നാൽ മാം ബച്ചോം കെ ബീച്ച് മീൻ ഏക് പുൽ ഹെ,
അമ്മ മക്കൾക്കിടയിൽ ഒരു പാലമാണെന്ന്. അതായത് അമ്മ മക്കൾക്കിടയിൽ ഒരു പാലമായി മാറുന്നു എന്ന ഒരു പ്രസ്താവനയോട് കൂടിയാണ് ഈ കവിതയുടെ വരികൾ ആരംഭിക്കുന്നത്. കവി കഹത്തെ ഹേ കി, കവി പറയുന്നു എന്തെന്നാൽ പിതാക്കെ മർണേക്കെ ബാദ്, പിതാവിൻ്റെ മരണത്തിന് ശേഷം മാംനെ, അമ്മ ബച്ചോം കെ ബീച്ച് മേ, കുട്ടികൾക്കിടയിൽ ഏക് പ്യാർ കി പുൽ ബൻ ഗയ, ഒരു സ്നേഹത്തിൻ്റെ പാലം നിർമ്മിച്ചിരിക്കുന്നു. ഉസ് പുൽ സെ, ആ പാലത്തിലൂടെ ബച്ചോം കി ജിന്ദഗി കി റെയിൽഗാഡി, കുട്ടികളുടെ ജീവിതമാകുന്ന തീവണ്ടി ബേരോ കടോ ചൽത്തി രഹി, യാതൊരു തടസ്സവുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ലേക്കിൻ, എന്നാൽ ഇസ് മാരൂബി പുൽ, അമ്മയാകുന്ന ഈ പാലം ധീരെ ധീരെ ടുർത്തി രഹി, പതുക്കെ പതുക്കെ തകർന്നുകൊണ്ടിരിക്കുന്നു. യാനി, അതായത് ശാരീരിക് ഓർ മാനസിക് രൂപ് സെ, ശാരീരികമായും മാനസികമായും മാം ബൂട്ടി ഓർ കംസോർ ഹോ രഹി ഹെ, അമ്മ വാർദ്ധക്യത്തോടും അതുപോലെ ദുർബലയായും മാറുന്നു. ഏക് ഹി ബാത് കോ, ഒരേ കാര്യം തന്നെ മാം ബാർ ബാർ കഹനെ ശുരു കിയ, അമ്മ പലതവണ പറയാൻ തുടങ്ങുന്നു. ബാർ ബാർ കഹന എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നർത്ഥം. ഇസ് ആദത് സെ, ഈ പതിവിലൂടെ ബച്ചെ സമജ്തേ ഹെ, കുട്ടികൾ മനസ്സിലാക്കുന്നു. കി, എന്തെന്നാൽ മാം ബൂട്ടാ ഹോ രഹി ഹെ, അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു എന്നു. അതായത് പ്രായാധിക്യം കാരണം അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോഴാണ് കുട്ടികൾക്ക് അമ്മക്ക് പ്രായമായെന്ന സത്യം മനസ്സിലാകുന്നത്. ധീരെ ധീരെ ബച്ചോം കോ മാം കി ജിമ്മേദാരി ലേനി പടി, പതിയെ പതിയെ കുട്ടികൾക്ക് അമ്മയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്നു. ജബ് തക് മാ ജീവിത രഹി, എത്ര കാലത്തോളം അമ്മ ജീവിച്ചിരുന്നോ. ബച്ചെ മാം കി ദേഖ്ഭാൽ കർനെ കി ജിമ്മേദാരി, മക്കൾ അമ്മയെ നോക്കി വളർത്തേണ്ട ഉത്തരവാദിത്തം ഏക് ദൂസരയ്ക്ക് കന്തേ പർ ബദൽത്തെ രഹെ, ഓരോരുത്തരുടെ ചുമലുകളിലായി മാറ്റിക്കൊണ്ടേയിരുന്നു. മാം ജോ അപ്പനെ ബച്ചോം കെ കല്യാൺ കെ ലിയെ, തൻ്റെ കുട്ടികളുടെ ക്ഷേമത്തിനു വേണ്ടി അപ്പന പൂരാ ജീവൻ ബലിദാൻ കർ ദേത്തി ഹെ, തൻ്റെ ജീവിതം മുഴുവൻ ത്യാഗം സഹിച്ച ആ അമ്മ വഹ് ബുഢാപ്പെ മേ, വാർദ്ധക്യത്തിൽ ബച്ചോ കെ ലിയെ ഭാരി ഹോ ജാത്തി ഹെ, കുട്ടികൾക്ക് ഒരു ഭാരമായി മാറുന്നു. മാ ആഖിർ മാഹിത്തോ ഹെ, അമ്മയെന്നും അമ്മ തന്നെയാണല്ലോ. ഇൻ പങ്ക്തിയോ മേ മാതൃത്വക്കെ മഹത്വക്കോ സംജായ ഗയാ ഹെ, ഈ വരികളിലൂടെ മാതൃത്വത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ബച്ചോ കി കഠിനായിയോ കോ, കുട്ടികളുടെ കഷ്ടതകൾ മാം അച്ചി തര സമസക്തി ഹെ, അമ്മയ്ക്ക് വളരെയധികം നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നു. ബച്ചെ ചാഹെ കിതനെ ബി ബഡേ ഹോ ജായേ, കുട്ടികൾ എത്ര കണ്ട് വളർന്നോട്ടെ, വേ ഹമേഷ മാ കെ ലിയെ ബച്ചേ ഹോത്തെ ഹെ, അവർ എന്നും അമ്മയ്ക്ക് മക്കൾ തന്നെയാണ്. ഉസ്നെ ഖുദ് കോ കന്തോം സെ ഉത്തർ ഗയി ക്യോംകി വഹ് ജാൻതി തീ കി വഹ് അപ്നെ ബച്ചോം കെ ലിയെ ബോझ് ഹെ. ബോझ് എന്ന് പറഞ്ഞാൽ ഭാരി, ഭാരം എന്ന് തന്നെയാണ്. താൻ മക്കൾക്കൊരു ഭാരമാകുന്നു എന്ന് മനസ്സിലാക്കിയ അമ്മ ഖുദ്കോ സ്വയം കന്തോം സെ ഉത്തർ ഗയി, ചുമലിൽ നിന്നും ഇറങ്ങി. ചുമലിൽ നിന്നും ഇറങ്ങി എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു. ലേക്കിൻ, എന്നാൽ മാം കെ അഭാവമേ, അമ്മയുടെ അഭാവത്തിൽ ബച്ചെ ബെസഹാരെ ബൻ ഗയി, കുട്ടികൾ നിസ്സഹായരായി മാറി. കവിതാമേം പ്രയുക്ത് ശബ്ദ് കഥൻ ഓർ മുഹാവരെ, കവിതയിൽ പ്രയോഗിക്കപ്പെട്ട വാക്കുകളും അതുപോലെ പ്രസ്താവനകളും ശൈലികളും. മുഹാവരെ എന്ന് പറഞ്ഞാൽ ഇഡിയംസ് അഥവാ ശൈലികൾ എന്നാണ് അർത്ഥം. വൃഷഭ് കന്തേ, ദുർബലമായ ചുമലുകൾ. കന്തേ ബദൽന, ചുമലുകൾ മാറ്റുക. കന്തോംസെ ഉത്തർന, ചുമലിൽ നിന്നും ഇറങ്ങുക. ഉത്തർ ഗയേ ഹമാരെ കന്തേ, ഞങ്ങളുടെ ചുമലുകൾ ദുർബലമായി. ആദി കവിത കോ ഓർ സശക്ത് ബനായാ ഹെ, തുടങ്ങിയവയെല്ലാം കവിതയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. ആജ് കി സമാജ് മേ, ഇന്നത്തെ സമൂഹത്തിൽ ബുജുർഗ് ലോക് കി സംരക്ഷൺ, വൃദ്ധരായ ജനങ്ങളുടെ സംരക്ഷണം. ഇവിടെ ബുജുർഗ് ലോക് എന്ന് പറഞ്ഞാൽ വൃദ്ധരായ ജനങ്ങൾ എന്നാണ് അർത്ഥം. ഏക് ബഡി സമസ്യ ബൻ ഗയി ഹെ, ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. സമസ്യ എന്ന് പറഞ്ഞാൽ പ്രശ്നം. ഹർ ജഗ കി, എല്ലായിടത്തും വൃദ്ധാശ്രമ സംഖ്യ ബഡ്ത്തെ സമയ്, വൃദ്ധാശ്രമങ്ങളുടെ എണ്ണം കൂടുന്ന സമയത്ത്. ബഡ്ന എന്ന് പറഞ്ഞാൽ കൂടുക. കവിത, ഈ കവിത ബിൽക്കുൽ പ്രാസംഗിക് ഹെ, തീർത്തും പ്രസക്തമാണ്. ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും, തീർത്തും, തീർച്ചയായും എന്നൊക്കെയാണ് അർത്ഥം. എല്ലാ കൂട്ടുകാരും ഈ വീഡിയോയിൽ പറഞ്ഞ നോട്ടുകളെല്ലാം കൃത്യമായി എഴുതിയെടുക്കുക, നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. പുതിയൊരു വീഡിയോയുമായി നമുക്കുടൻ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിദ്യാർത്ഥികളിലേക്കും കൂട്ടുകാർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഓക്സ്ഫോർഡ് അക്കാദമി
ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. സൗജന്യ നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി.